മലയാളിയെ ഇത്രമാത്രം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള, ഇത്രയേറെ വിസ്മയിപ്പിച്ചിട്ടുള്ള, ബഹുമുഖ പ്രതിഭയായിട്ടുള്ള മറ്റൊരു എഴുത്തുകാരൻ വേറെ ഉണ്ടോ എന്ന സംശയമാണ്. മലയാളിയെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം വല്ലാതെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കേവലം ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ലല്ലോ. ചലച്ചിത്രകാരനായിരുന്നു, നാടകകൃത്തായിരുന്നു, സിനിമയ്ക്ക് ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, തിരക്കഥാകൃത്തായിരുന്നു, പത്രാധിപരായിരുന്നു. അതുകൊണ്ടാണ് ബഹുമുഖ പ്രതിഭ എന്ന് പറഞ്ഞത്. നമ്മുടെ ഭൂതകാല നന്മകളെയൊക്കെ നിരന്തരം മലയാളിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന, താൻ ജീവിക്കുന്ന കാലത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചൊക്കെയുള്ള തൻ്റെ ആശങ്കകൾ, ഉത്കണ്ഠകൾ, ചില പ്രതീക്ഷകൾ, ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകൾ, ഇതൊക്കെ സമൂഹവുമായി നിരന്തരം അത് പങ്കുവയ്ക്കുകയും സമൂഹത്തെ സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മഹാപ്രതിഭ. എം ടിയെ ഏറ്റവും അധികം വേദനിപ്പിച്ചിരുന്നത് ഈ ലോകത്ത്, ഈ കാലത്ത് സ്നേഹത്തിൻ്റെ നിരാസം, സ്നേഹത്തിൻ്റെ നിഷേധം, സ്നേഹരാഹിത്യം അതുതന്നെയായിരുന്നു. എം ടിയുടെ എല്ലാ കഥാപാത്രങ്ങളിലും നമുക്ക് ആ സ്നേഹത്തിൻ്റെ ഒരു അംശം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നതായി കാണാം. കാലം എന്ന നോവലിൽ സേതുവിനെക്കുറിച്ച് പറയുന്ന ഒരു സംഭാഷണം, സേതുവിന് ഒരാൾ മാത്രമേ സ്നേഹമുണ്ടായിരുന്നുള്ളൂ, ഒരാളോട് മാത്രമേ, അത് സേതുവിനോട് മാത്രമായിരുന്നു എന്ന് പറയുന്ന വർത്തമാനകാലത്ത് അതൊരു ഈ ആധുനിക മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. മറ്റു മനുഷ്യരോടൊരു ബന്ധവുമില്ലാതെ, മനുഷ്യരോട് സ്നേഹമില്ലാതെ, സഹജീവികളെ സ്നേഹിക്കാതെ അവനവനിലേക്ക് തന്നെ ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്ന വർത്തമാനകാല ആധുനിക മനുഷ്യൻ്റെ ഒരവസ്ഥയാണ് എം ടി പങ്കുവച്ചിട്ടുള്ളത്. നമ്മൾ നൽകുന്ന സ്നേഹം അതേ അളവിൽ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു നിരാശ എം ടിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ കാണിക്കുന്ന സത്യസന്ധത, നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ നിഷ്കളങ്കത, അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എം ടി നമ്മളെ ഓർമ്മിപ്പിച്ചിരുന്നു. എം ടി ഈ ഗ്രാമവിശുദ്ധിയിൽ, തൻ്റെ നാടിൻ്റെ നന്മകളിൽ, നാടിൻ്റെ ഭൂതകാല നന്മകളിൽ ഒക്കെ ഇങ്ങനെ അഭിരമിക്കുകയും അതിലഭിമാനിക്കുകയും അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. നാലുകെട്ടിൻ്റെ നിളയുടെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ നിരന്തരം നമ്മളെ ബോധ്യപ്പെടുത്തുകയും, ആർത്തലിച്ചു വരുന്ന മഹാസമുദ്രങ്ങൾ, എനിക്ക് അജ്ഞാതമായ അത്തരം സമുദ്രങ്ങളെക്കാൾ എനിക്ക് പ്രിയം എൻ്റെ ഗ്രാമവിശുദ്ധി പേറുന്ന, എൻ്റെ പ്രിയപ്പെട്ട, എനിക്കറിയാവുന്ന എൻ്റെ നിളയാണ് എന്ന് പറഞ്ഞ എം ടി, അത് ഈ ഭൂതകാലത്തിലെ അവശേഷിപ്പുകളെ, നന്മകളുടെ അവശേഷിപ്പുകളെ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇത് എം ടിയുടെ ഒരു ഹൃദയ വിശുദ്ധിയുടെ, ഹൃദയ വിശാലതയുടെയൊക്കെ ഒരു മഹാലക്ഷണമായിട്ട് തന്നെയാണ് നമ്മളത് കാണേണ്ടത്. എം ടി കാലം കവർന്നുകൊണ്ടുപോയ എം ടി അവശേഷിപ്പിച്ച ആ ശൂന്യത, അത് കാലം എത്ര കഴിഞ്ഞാലും ആ ശൂന്യത നികത്തപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ എം ടിയുമായിട്ടൊരു ആത്മബന്ധമോ അങ്ങനെ ഒരു അടുപ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് അദ്ദേഹത്തെ വളരെ അകലെ നിന്നിങ്ങനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിങ്ങനെ ആദരവോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ അദ്ദേഹം അവശേഷിപ്പിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. അതെല്ലാ മലയാളികളുടെയും മനസ്സിൽ ആ ശൂന്യത അതിങ്ങനെ തന്നെ ഉണ്ടാകും. അത് കാലം എത്ര മാഞ്ഞാലും, എത്ര മാറിയാലും ആ ശൂന്യത അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ നമ്മളെ സ്വാധീനിച്ച ഒരു മഹാവ്യക്തിത്വം. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത്, നമ്മൾ ജീവിക്കുന്ന ലോകത്ത് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിലെന്ന് ആത്മാർത്ഥമായി ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ചില അപൂർവം വ്യക്തിത്വങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എം ടി അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. എം ടിയുടെ ആ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഹൃദയപൂർവ്വം ശിരസ് നമിക്കുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദരാഞ്ജലികൾ കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു.